Okay, listen. We are discussing about animal homes. നമ്മൾ പറഞ്ഞത് എന്താണ്? Animal homes-നെ കുറിച്ചാണ് അല്ലേ? മൃഗങ്ങളുടെ ഒക്കെ വീടുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ? What we called a cow's home. ഒരു പശുവിന്റെ വീടിനെ നമ്മൾ എന്താണ് പറയാ ഗോഡ്വിൻ? അൺമ്യൂട്ട് ചെയ്തേ. Shed. A cow's home is called a shed. ഒരു പശുവിന്റെ വീടിനെ എന്തു പറയും? Shed എന്ന് പറയും. What we called a dog's home. നഹ്ല, നമ്മൾ ഒരു ഡോഗിന്റെ വീടിനെ എന്താണ് വിളിക്കുക? എന്താണ് നഹ്ല? പെട്ടെന്ന് പറയൂ മോളെ. What we called a dog's home. ഡോഗിന്റെ വീടിനെ നമ്മൾ എന്താണ് പറയാറ്? കെന്നൽ. ഓക്കെ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ നഹ്ല, ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ കേട്ടോ. Then നമ്മൾ ഒരെണ്ണം കൂടെ പഠിച്ചു അല്ലേ? What we called a sheep's home. ഫിയോണ, നമ്മൾ ഒരു ഷീപ്പിന്റെ വീടിനെ നമ്മൾ എന്തു പറയും? എന്താണ് മോളെ ഫിയോണ? അൺമ്യൂട്ട് ചെയ്തേ. ഷീപ്പ് പെൻ. ഷീപ്പ് പെൻ. ഷീപ്പിന്റെ ഹോമിനെ നമ്മൾ പെൻ എന്ന് പറയും അല്ലേ? പെൻ ഈസ് ദ ഹോം ഓഫ് ഷീപ്പ്. ഷീപ്പിന്റെ വീടിനെ നമ്മൾ പെൻ എന്നാണ് പറയാ. Then cow, shed. കൗവിന്റെ വീടിനെ നമ്മൾ ഷെഡ് എന്ന് പറയും അല്ലേ? പശുക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്തിന് അവരുടെ വീടിനെ നമ്മൾ ഷെഡ് എന്നാണ് വിളിക്കുക അല്ലേ? Look at this picture. This is the shed of cow. പശുവിന്റെ വീടാണിത് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും തന്നിട്ടുണ്ട്. 2-3 പശുക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ? കവിന്റെ ഷെഡില്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനത്തെ ഒരു പിക്ചർ ഉണ്ട്. And this is the another one. This is the shed of a cow. ഇതാണ് ഒരു കൗവിന്റെ വീട്. Okay. Then second one, dog അല്ലേ? നായയുടെ വീടിന് നമ്മൾ എന്ത് പറയും? കെന്നൽ. We called a kennel. Kennel is the home of a dog. ഒരു പട്ടികള് താമസിക്കുന്ന അല്ലേ? പട്ടിക്കൂട് അല്ലേ? പട്ടികളെയൊക്കെ താമസിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ഇങ്ങനത്തെ വീടാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക അല്ലെ? ഇതിനെയാണ് കെന്നൽ എന്ന് പറയാറ്. കണ്ടോ? നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടി? ഉണ്ട് അല്ലേ? ഇപ്പോ ഡോഗുകളൊക്കെ താമസിക്കുന്ന വീടിന് അവരുടെ ഷെൽട്ടറിനെയാണ് നമ്മൾ എന്ത് പറയാറ്? കെന്നൽ എന്ന് പറയാറ്. Look at this. This is the picture of a kennel. Dog's home. It is a dog's home. Is called a kennel. Okay. Then sheep. Sheep lives in pen. നമ്മള് ആടുകള് താമസിക്കുന്ന വീടിനെ നമ്മൾ എന്ത് പറയും? പെൻ എന്നാണ് വിളിക്കാറ് അല്ലേ? ഇതിലുള്ളത് എന്താണ്? ഒരു ഗോട്ടിന്റെ പിക്ചർ ആണ് അല്ലേ? മിസ്സിന്റെ കയ്യിലുള്ളത് എന്താണ്? ഗോട്ടാണ്. ബട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് ഷീപ്പ് ആണ് അല്ലേ? രണ്ടും എന്താണ്? ഡിഫറെന്റ് ആണ്. ബട്ട് ഒരേ ആട് തന്നെയാണ്. ഷീപ്പും ആട് തന്നെയാണ് ഗോട്ടും. പക്ഷെ ഷീപ്പ് എന്താണ്? ചെമ്മരി ആടാണ് അല്ലേ? ഇറ്റ് ഈസ് വൂൾ അല്ലേ? അതിന്റെ ദേഹത്ത് എന്തുണ്ട്? നല്ല കട്ടിയുള്ള രോമങ്ങളുണ്ട്. ആരുടെ ദേഹത്ത്? ഷീപ്പിന്റെ ദേഹത്ത് അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ഇതുപോലെയാണോ? അല്ലല്ലോ. ഇത്തിരി കൂടി തിക്ക് ഹെയർ ഉണ്ട് അല്ലേ ആരുടെ ദേഹത്ത്? ഷീപ്പിന്റെ സ്പെഷ്യാലിറ്റി അതാണ് അല്ലേ? ഷീപ്പിന് നമ്മള് അതിന്റെ ദേഹത്തുള്ള ആ തിക്കായിട്ടുള്ള ആ ഹെയർ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് എന്തുണ്ടാക്കുക? വൂളൻ ഉണ്ടാക്കുക. നമ്മള് ഈ തണുപ്പ് കാലത്തൊക്കെ ഉപയോഗിക്കുന്ന കമ്പിളി വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, വൂളൻ ഡ്രസ്സസ് ഈസ് മെയ്ഡ് ബൈ ദ തിക്ക് ഹെയർ ഓഫ് എ ഷീപ്സ് ബോഡി. ഒരു ചെമ്മരിയാടിന്റെ ദേഹത്തുള്ള കട്ടിയുള്ള രോമങ്ങളൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുപോയിട്ടാണ് എന്തുണ്ടാക്കാറ്? നമ്മള് ധരിക്കുന്ന വൂളൻ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടാക്കാറ്. അപ്പൊ വൂളൻ ദേഹത്ത് തിക്ക് ഹെയർ ഉള്ള ആടുകളെയാണ് ചെമ്മരി ആട്, ഷീപ്പ് എന്ന് പറയാറ്. ആൻഡ് ദിസ് ഇസ് ദ നോർമൽ ഗോട്ട് അല്ലെ? നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന സാധാരണ ആടാണിത്. രണ്ടുപേരും താമസിക്കുന്ന സ്ഥലത്തിന് എന്ത് തന്നെയാണ് പറയാറ്?
പെൻ എന്ന് തന്നെയാണ് പറയാറ്. PEN പെൻ, PEN പെൻ. കുറെ പേരെന്തുണ്ട് മിസ് പറഞ്ഞതുപോലെ നന്നായിട്ട് നോട്ട് ഇപ്പൊ തന്നെ എല്ലാ ആനിമൽസിന്റെയും അവരുടെ ഹോംസിന്റെയും ഒക്കെ പേര് എഴുതിയിട്ട് സെൻഡ് ചെയ്തു. കുറെ പേര് ചെയ്യാനുണ്ട്. ക്ലാസ് കഴിഞ്ഞ് ഫ്രീ ആയി ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, അപ്പൊ തന്നെ എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്യുക. ക്ലാസ്സിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരും എന്ത് ചെയ്യണം, നോട്ട് എഴുതി മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. ഒരാൾ പോലും മിസ്സായി പോകരുത്. എല്ലാവരും എന്ത് ചെയ്യുക, അനിമൽ ഹോംസ് എന്ന ഹെഡ്ലൈൻ കൊടുക്കുക, അനിമൽസിന്റെ പേര് എഴുതുക, അവരുടെയൊക്കെ ഹോമിന്റെ പേര് നേരെ നേരെ നല്ല നീറ്റായിട്ട് 4 ലൈൻ കോപ്പിയിൽ എഴുതുക, മിസ്സിന് അയച്ചു തരിക. ഇതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതെന്താണ്, ഗോട്ടാണ്. ഗോട്ടും ഷീപ്പും എന്താണ്, ഷീപ്പ് എന്താണ്, അതിന് ദേഹത്ത് തിക്കായിട്ടുള്ള ഹെയർ ഉണ്ട്. അതുകൊണ്ടാണ് വൂളൻ ക്ലോത്ത്സ് ഒക്കെ മെയ്ഡ് ചെയ്യാറല്ലേ. അതിന്റെ ദേഹത്തുള്ള ആ തിക്ക് ഹെയർ ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് എന്താക്കാറ്, നമ്മൾ യൂസ് ചെയ്യുന്ന വൂളൻ ക്ലോത്ത്സ് ഒക്കെ മെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇത് സാധാരണ നോർമൽ ആയിട്ടുള്ള ആടാണ് അല്ലേ, നമ്മുടെ ഗോട്ട്, നമ്മുടെ വീടുകളിലൊക്കെ വളർത്തുന്ന ഗോട്ടാണ്. ആൻഡ് ഇത് താമസിക്കുന്ന സ്ഥലത്തിനെ പെൻ എന്ന് പറയും. ഗോട്ടും ഷീപ്പും ഒക്കെ താമസിക്കുന്ന സ്ഥലത്തിന് എന്താണ് പറയാറ്, പെൻ എന്ന് തന്നെയാണ് പറയാറ്. ദെൻ ഹെൻ. ഹെൻ എന്താണ്, ഹെൻ എന്ന് വെച്ചാൽ എന്താണ്, എന്താണ് ആൻ റോസ്, ഹെൻ എന്ന് വെച്ചാൽ എന്താണ് മോളെ, ആൻ ഹെൻ എന്ന് വെച്ചാൽ എന്താണ്, കോഴി. കോഴി അല്ലേ. ഓക്കെ, കോഴികൾ ഓക്കെ, കോഴി എന്നാണ്. ഹെൻ എന്ന് വെച്ചാൽ എന്താണ്, കോഴിയാണ് അല്ലേ. നമ്മുടെ വീടുകളിൽ വളർത്തുന്ന കോഴിയാണ് എന്ത് പറയാറ്, ഹെൻ എന്ന് പറയാറ് അല്ലേ. അപ്പൊ ഹെന്നിന് താമസിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഡോഗിനും കൗവിനും ഷീപ്പിനും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഒരു ഷെൽട്ടർ, ഒരു ഹോം ഉണ്ടാക്കി നൽകാറുണ്ട് അല്ലേ. ആ ഹോമിനെ എന്താണ് പറയാ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. ആ ഹോമിനെ എന്താ പറയാ, coop. We called the hen's home is coop. 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 Coop is the house of a hen. hen അല്ലേ, കോഴിയുടെ വീടിനെയാണ് എന്ത് പറയാറ്, കൂപ്പ് എന്ന് പറയാറ്. COOP. കൂപ്പ്, the house of hen. കോഴികള് താമസിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീട് അല്ലേ. അത് നമ്മൾ എന്ത് പറയും, കോഴിക്കൂട് എന്ന് പറയും അല്ലേ. കോഴികളുടെ അങ്ങനത്തെ വീടുകളെയാണ് എന്ത് പറയുന്നത്, കൂപ്പ്. COOP. കൂപ്പ്. അപ്പൊ കൗസ് താമസിക്കുന്ന വീടിനെയാണ് നമ്മൾ ഷെഡ് എന്ന് പറയാറ്. കൗ ഷെഡ്. ആൻഡ് ഡോഗ് kennel. sheep pen. hen coop. അപ്പോ എന്താണ്, നമ്മൾ കോഴികൾക്ക് താമസിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവരുടെ ഷെൽട്ടറിനെ നമ്മൾ എന്താണ് പറയാ, ക്രിസ്റ്റോ ജോൺ, എന്താണ്, കൂപ്പ്. ഓക്കെ, അപ്പൊ കോഴികൾക്ക് താമസിക്കാൻ വേണ്ടി നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിനെ നമ്മൾ എന്ത് പറയും, കൂപ്പ് എന്ന് പറയും. COOP. എന്താണ് മോളെ ഏഞ്ചൽ, നമ്മൾ കോഴികൾക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ കോഴിക്കൂടിനെ എന്താണ് പറയാറ്, എന്താണ് ഏഞ്ചൽ, അൺമ്യൂട്ട് ചെയ്ത ഏഞ്ചൽ. ഏഞ്ചൽ പെട്ടെന്ന് എന്താ പറഞ്ഞേ, മിസ് എന്താ ചോദിച്ചേ, മിസ് എന്തിന്റെ ചോദിച്ചേ, ഹെന്നിന്റെ ആണോ, ഹെന്നിന്റെ എന്താ, ഹെന്നിന്റെ ഹോമിനെയാണ് നമ്മൾ കൂപ്പ് എന്ന് പറയാറ് അല്ലേ. എവിടെയാ ശ്രദ്ധിക്കുന്നത് മോളെ ഏഞ്ചൽ, അവിടെ ഇരുന്ന് ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ചേ. ഓക്കെ, അപ്പൊ കൗ ഷെഡ്, ഡോഗ് kennel, sheep pen, hen coop അല്ലേ. നമ്മളപ്പോ 4 എണ്ണം പഠിച്ചു അല്ലേ. എന്താണ് മോളെ ശ്രീഷ്ണ, നമ്മൾ കൗവിന് വേണ്ടി, കൗവിന്റെ ഹോമിന് നമ്മൾ എന്താണ് പറയാ, വാട്ട് വി കോൾഡ് എ കൗസ് ഹോം, എന്താണ് പറയാറ് മോളെ ശ്രീഷ്ണ, പശുവിന് വേണ്ടി ഷെഡ്. ദെൻ ഡോഗിന്റെയോ, what we call the dog's home,
kennel. And sheep, sheep pen. And hen, hennindeyo coop. Okay. Cow, shed, dog, kennel, sheep, pen, hen, coop. ഇത്രയുമാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലേ? പശുക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടിനെ നമ്മൾ ഷെഡ് എന്ന് പറയും അല്ലേ? അതാണ് പശുക്കളുടെ ഒക്കെ ഷെൽട്ടർ. അവര് താമസിക്കുന്നത് എവിടെയാണ്? അവരുടെ വീടുകളിലാണ് അല്ലേ? നമ്മളും അങ്ങനെയാണ് അല്ലേ? നമ്മുടെ ഷെൽട്ടർ ഏതാണ്? നമ്മുടെ ഷെൽട്ടർ നമ്മുടെ വീടാണ് അല്ലേ? അതിന് നമ്മൾ വീട് എന്ന് പറയും അല്ലേ? അപ്പൊ എല്ലാ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ വീടാണ് അല്ലേ? അതുപോലെ ഹെന്നിനും ഡോഗിനും കൗവിനും ഷീപ്പിനും ഒക്കെ എന്ത് വേണം? വീടുകൾ വേണം അല്ലേ? മഴ വരും, നല്ല വെയിൽ വരികയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്കൊരു ഷെൽട്ടർ വേണം അല്ലേ? അതിനു വേണ്ടിയാണ് നമ്മൾ അവർക്ക് ഇങ്ങനത്തെ ഹോം ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? നല്ല മഴയും വെയിലും ഒക്കെ വരുമ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്താണ്? അവരുടെ ഹോം ആണ് അല്ലേ? കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ, ഷീപ്പ്, പെൻ ആൻഡ് ലാസ്റ്റ് ഹെൻ, കൂപ്പ് അല്ലേ? ഏതൊക്കെയാണ് ഇഷാൻ? ഒന്ന് പറഞ്ഞേ. ഡോഗിന്റെ വീടിന് നമ്മൾ എന്താണ് പറയാ ഇഷാൻ? kennel, കെന്നൽ. കൗ, shed, sheep pen, and last hen. ഏതാണ് hen? coop. Okay. hen, coop, cow, shed, sheep, pen, dog, kennel. എന്താണ് മോളെ ഏഞ്ചൽ? ടീച്ചറെ ഓഫ് ആക്കട്ടെ. അവിടെ ഇപ്പം ബൂസ്റ്റർ 5 വയസ്സിന്റെ ബൂസ്റ്റർ എടുത്തിട്ട് വന്നതേ ഉള്ളേ. അതെ അല്ലേ? എടുക്കുന്നത് അതുകൊണ്ട് ഓഫ് ആക്കി. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ മോളെ ഏഞ്ചൽ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? ഡോഗ്, കെന്നൽ അല്ലേ? ഡോഗിന്റെ വീടിനെയാണ് നമ്മൾ കെന്നൽ എന്ന് പറയാറ്. ദെൻ കൗ, ഷെഡ്, ഷീപ്പ്, പെൻ ആൻഡ് ഹെൻ, കൂപ്പ്. ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഹെന്നും കൂപ്പും? ഉണ്ടോ? കോഴിയും കോഴിക്കൂടും ഉണ്ട് അല്ലേ? ഇഷാന്റെ അടുത്തുണ്ട്, ക്രിസ്റ്റോന്റെ വീട്ടിലുണ്ട്, നസീമിന്റെ അടുത്തുണ്ട്, നഹ്ലയുടെ അടുത്ത്, ഗോഡ്വിൻ, ദേവപ്രിയ ആൻഡ് കുറെ പേരുടെ അടുത്തുണ്ട് അല്ലെ? ഭവിക, അവിനാഷ്, എല്ലാവരുടെ അടുത്തും എന്തുണ്ട്? ഹെൻ ആൻഡ് കൂപ്പ് അല്ലേ? കോഴികളെ ഇഷ്ടാണോ നിങ്ങൾക്ക്? അമ്മയുടെ വീട്ടിലുണ്ട്. കോഴികളെ ഇഷ്ടാണ് അല്ലേ? എന്തുകൊണ്ടാ കോഴികളെ ഇഷ്ടം? ഇഷ്ടാണ് അല്ലേ? എന്തുകൊണ്ടാ മോളെ അവേദ്യ? കോഴികളെ എന്താ മോൾക്ക് ഭയങ്കര ഇഷ്ടാണെന്ന് പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് കോഴികളെ ഇഷ്ടം? എന്താണ് കോഴികളുടെ സ്പെഷ്യാലിറ്റി? അവരെന്തിനാ നമ്മൾ വളർത്തുന്നത്? എന്തിനാ മോളെ അവേദ്യ? അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, അവേദിക്ക് അറിയില്ല അല്ലേ? ഇനി ആരോടാ ചോദിക്കേണ്ടത്? എന്നാല് ഗോഡ്വിൻ, ഗോഡ്വിന്റെ വീട്ടില് കോഴികളുണ്ടോ? ഗോഡ്വിൻ നോ. കോഴികളെ ഇഷ്ടാണോ? yes, പിന്നെന്താ കോഴികളെ വാങ്ങിക്കാത്തെ? പൂച്ചയുണ്ട്, yes, അതിനു വേണ്ടിയാണല്ലേ മുട്ടയൊക്കെ കഴിക്കുന്നത്. yes mean, അപ്പോ എന്താണ് നമ്മള് കോഴികളൊക്കെ വളർത്തുന്നത് എന്തിനാണ്? ഇതല്ലേ എഗ്സ് അല്ലേ? അവരെന്ത് ചെയ്യാറുണ്ട്? മുട്ട ഇടാറുണ്ട് ഇല്ലേ കോഴികള്? അപ്പൊ അതിനുവേണ്ടി നമ്മള് വീടുകളിൽ കോഴികളെ വളർത്തും അല്ലേ? അപ്പൊ കോഴികളെയാണ് ഹെൻ എന്ന് പറയാറ്. കോഴിക്കൂടിനെ എന്ത് പറയും? കൂപ്പ് എന്നും പറയും. അപ്പൊ ഇന്നു മുതൽ എല്ലാരും എന്ത് പറയണം? കൗ, ഷെഡ്, ഡോഗ്, കെന്നൽ എന്നൊക്കെ വേണം പറയാൻ വേണ്ടി. ഇനിയിപ്പോ പട്ടിക്കൂട്, പശുക്കൂട്, കോഴിക്കൂട് എന്നൊന്നും പറയരുത്. എന്ത് പറയണം? കൗ, ഷെഡ്, ഹെൻ, കൂപ്പ്. കൗ, ഷെഡ്, ഹെൻ, കൂപ്പ്, ഷീപ്പ്, പെൻ, ഡോഗ്, കെന്നൽ. ഓക്കെ, നമ്മള് 4 എണ്ണം പറഞ്ഞു അല്ലേ? ദെൻ റാബിറ്റ്. റാബിറ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ? റാബിറ്റിനെ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? യെസ്. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ റാബിറ്റ്? ഓക്കെ, ഇഷാന്റെ വീട്ടിലുണ്ട്. ദെൻ ആരുടെ അടുത്തുണ്ട്? ക്രിസ്റ്റോന്റെ വീട്ടിലുണ്ടോ മോനെ? ക്രിസ്റ്റോ? നോ. ഉണ്ടോ? യെസ് ഓർ നോ? നോ. ഓക്കെ, വേറെ ആരുടെ വീട്ടിലാ? ദേവപ്രിയയുടെ അടുത്തുണ്ട്. വേറെ ആരുടെ അടുത്തുണ്ട്? അമ്ന ഫാത്തിമയുടെ അടുത്തുണ്ടോ? ഓക്കെ, കുറെ പേരുടെ അടുത്ത് എന്തുണ്ട്? റാബിറ്റ് ഉണ്ട് അല്ലേ? റാബിറ്റിനെ ഇഷ്ടാണോ? നല്ല ഭംഗിയാണല്ലേ റാബിറ്റിനെ കാണാൻ വേണ്ടി? നല്ല ഭംഗിയാണല്ലേ? നമ്മൾ അതിനെ നല്ല പെറ്റ്സ് ആയിട്ടാണ് വളർത്താറില്ലേ? നല്ല കെയർ ഒക്കെ കൊടുത്ത് നമ്മൾ ഇതിനൊരു നിക് നെയിം ഒക്കെ ഇട്ട് നല്ല കെയർ ചെയ്തിട്ടാണ് എന്തിനൊക്കെ വളർത്താറ്? റാബിറ്റിനൊക്കെ വളർത്താറില്ലേ? അപ്പൊ റാബിറ്റിന്റെ ഹോമിനെ നമ്മൾ എന്ത് പറയും? അപ്പൊ കൗവിൻ്റെതിനെ നമ്മൾ ഷെഡ് എന്ന് പറയും. ഡോഗ് കെന്നൽ, ഷീപ്പ് പെൻ, ഹെൻ കൂപ്പ്, റാബിറ്റ് ഹച്ച്. റാബിറ്റിന്റെ വീടുകളെ നമ്മൾ ഹച്ച് എന്നാണ് പറയാറ്. റാബിറ്റിന്റെ വീടുകളെ നമ്മൾ ഹച്ച് എന്ന് വിളിക്കും. HUTCH, ഹച്ച്. റാബിറ്റിന്റെ വീടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ഹച്ച് എന്ന് വിളിക്കാറ്. കൗ ഷെഡ്, ഡോഗ് കെന്നൽ, ഷീപ്പ് പെൻ, ഹെൻ കൂപ്പ്, റാബിറ്റ് ഹച്ച് അല്ലേ? റാബിറ്റിന്റെ വീടിന് നമ്മൾ ഹച്ച് എന്നാണ് വിളിക്കാറ്. റാബിറ്റ്സിന്റെ പാട്ട് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തെങ്കിലും റൈമൊക്കെ പഠിച്ചിട്ടുണ്ടോ റാബിറ്റിന്റെ? ഉണ്ടോ? ആർക്കും അറിയില്ല റാബിറ്റിനെ കുറിച്ചുള്ള സോങ് ഒന്നും? റാബിറ്റ് റാബിറ്റ് 1 2 3 ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? നോ. റാബിറ്റ്സിന്റെ റൈം ഒന്നും അറിയില്ല ആർക്കും? അത് നുണയാണല്ലോ. റാബിറ്റിന്റെ റൈമൊക്കെ പഠിക്കണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ LKG പഠിക്കണല്ലോ റാബിറ്റിന്റെ റൈമൊക്കെ. പഠിച്ചിട്ടേ ഇല്ല? ആർക്കെങ്കിലും അറിയാമോ റാബിറ്റിന്റെ പാട്ട്? ആർക്കും അറിയില്ല അല്ലേ? ആർക്കറിയും? ആർക്കും അറിയില്ല. ഒരു റാബിറ്റിന്റെ പാട്ട് പോലും ആരും പഠിച്ചിട്ടില്ല അല്ലെ? അറിയോ സമജ്ന? മോൾക്കറിയാമോ സമജ്ന? മറന്നുപോയോ? പഠിച്ചതൊക്കെ മറന്നു പോവാൻ പാടുണ്ടോ? ഓർത്തു നോക്കിയേ ഒന്ന്. എന്താണ് സമജ്ന? ഓക്കെ, റാബിറ്റിന്റെ ഒരു പാട്ട് പോലും ആർക്കും ഓർമ്മയില്ല അല്ലെ? പഠിച്ചതൊക്കെ മറന്നുപോയി. ആമേന്റി മൊയിലിന്റെ കഥ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, കഥയാണ് പഠിച്ചത് അല്ലേ? ഓക്കെ. അപ്പൊ ആമേന്റി മൊയിലിന്റെ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ റാബിറ്റ് ഒക്കെ താമസിക്കുന്ന എവിടെയാണെന്ന് പറയുന്നത്? ഹച്ച്. റാബിറ്റിന്റെ വീടുകളെയാണ് നമ്മൾ ഹച്ച് എന്ന് പറയാറില്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ? റാബിറ്റിന്റെ വീടുകളെ നമ്മൾ ഹച്ച് എന്ന് വിളിക്കും. കൗ ഷെഡ്, ഡോഗ് കെന്നൽ, ഷീപ്പ് പെൻ, ഹെൻ കൂപ്പ്, റാബിറ്റ് ഹച്ച്. ഓക്കെ, റാബിറ്റ് ഹച്ച്. റാബിറ്റുകൾ താമസിക്കുന്നത് എവിടെയാണ്? ഹച്ച് അല്ലെ? ഹച്ച് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ വീടുകളെ പറയാറ്. ഹച്ച് നമ്മൾ അവർക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? റാബിറ്റ്സിന് തന്നെ ഉണ്ടാക്കാൻ അറിയോ? ഇല്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ? റാബിറ്റ്സിന് നമ്മളാണ് വീട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ അവർക്ക് ഇതുപോലുള്ള ഹച്ച് ഉണ്ടാക്കി കൊടുക്കും. അവരുടെ വീടുകളെയാണ് ഹച്ച് എന്ന് പറയാറ്. HUTCH, ഹച്ച്. ഓക്കെ, HUTCH, ഹച്ച്. ദെൻ എന്താണ്? ഒന്നുകൂടി ഉണ്ട് അല്ലേ? ഹോഴ്സ്. ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഹോഴ്സ് ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? അലോൺ. അലോൺ ജോസഫ്. ഹോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് മോനെ അലോൺ? കുതിര. കുതിര അല്ലെ? ഹോഴ്സിന്റെ വീടുകൾ നമ്മൾ എന്ത് പറയും? പശുവിന്റെ വീടുകൾ നമ്മൾ എന്താണ് പറയാറ്?
Cow, shed. Dog, dog. Kennel. And sheep, pen, hen, hen, coop, coop. Rabbit, coop, rabbit. റാബിറ്റിന്റെ വീടുകൾ നമ്മൾ എന്താണ് പറയാറ്? അലോൺ. hat, ഹച്ച്. ഓക്കെ, അപ്പോ കവിന്റെ വീടുകൾ നമ്മൾ ഷെഡ് എന്ന് പറയുന്നു. ഡോഗ്, കെന്നൽ. ഷീപ്പ്, പെൻ. ഹെൻ, കൂപ്പ്. റാബിറ്റ്, ഹച്ച്. ഹോഴ്സ്, ദെൻ ഹോഴ്സിന്റെ വീടുകളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹോഴ്സിന്റെ വീടിനെയാണ് നമ്മൾ സ്റ്റേബിൾ എന്നാണ് പറയാറ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഇത് എന്താണ്? അനദർ പിക്ചർ ഓഫ് എ സ്റ്റേബിൾ. സ്റ്റേബിൾ ഈസ് ദ ഹൗസ് ഓഫ് എ ഹോഴ്സ്. കുതിരകൾ താമസിക്കുന്ന വീടിനെയാണ് നമ്മൾ എന്ത് പറയാറ്? സ്റ്റേബിൾ എന്ന് പറയാറ്. STABLE. സ്റ്റേബിൾ ഈസ് ദ ഹോം ഓഫ് എ ഹോഴ്സ്. ഓക്കെ, കുതിരകൾ താമസിക്കുന്ന വീടിനെയാണ് നമ്മൾ എന്ത് പറയാറ്? സ്റ്റേബിൾ എന്ന് പറയാറ്. ഇറ്റ് ഈസ് ദ ഹൗസ് ഓഫ് എ ഹോഴ്സ് അല്ലേ? കുറേ കുതിരകളെ ഈ പിക്ചറിൽ എന്തുണ്ട്? കുറേ കുതിരകളെ ഇങ്ങനെ നേരെ നേരെ നിർത്തിയിട്ടുണ്ട് അല്ലേ? അത് ഏകദേശം എന്താണ്? നമ്മുടെ കൗ ഷെഡ് ഒക്കെ പോലെ ഉണ്ട് അല്ലേ കാണാൻ വേണ്ടി? ഏകദേശം കൗ ഷെഡ് ഒക്കെ പോലെയാണ്, ബട്ട് എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? ദിസ് ഇസ് സ്റ്റേബിൾ ആൻഡ് കൗ ഷെഡ് എന്താണ്? ദിസ് ഇസ് കൗ ഷെഡ് അല്ലേ? ഷെഡ് ഫോർ കൗ. പശുക്കൾക്ക് വേണ്ടിയുള്ള ഷെഡ് ആണ് ഇത്. ദെൻ ഇതെന്താണ്? ഹോഴ്സിന്റെ സ്റ്റേബിൾ ആണ്. കുറെ ഹോഴ്സ് നിരന്ന് നിരന്ന് നിൽക്കുന്നുണ്ട് അല്ലേ അവിടെ? ഓക്കെ, അപ്പൊ കൗ, ഷെഡ്, ഡോഗ്, കെനൽ, ഷീപ്പ്, പെൻ, ഹെൻ, കൂപ്പ്, റാബിറ്റ്, ഹച്ച്, ഹോഴ്സ്, സ്റ്റേബിൾ. ഓക്കെ, ഹോഴ്സിന്റെ വീടിന് എന്താണ് പറയാറ് കാശിനാഥ്? ഹോഴ്സിന്റെ വീടുകൾ നമ്മൾ എന്ത് പറയും? table, Okay, cow, shed, dog, kennel, sheep, pen, hen, coop, rabbit, hutch, horse, stable. Okay. അപ്പൊ ഇത് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം എല്ലാവരും അല്ലേ? അപ്പൊ നോട്ട്ബുക്കിലേക്ക് എഴുതിയവര് കുറെ പേര് എഴുതി. എഴുതാത്തവരെന്ത് ചെയ്യാ? നന്നായിട്ട് എഴുതിയിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. ആദ്യം എന്ത് എഴുതണം? അനിമൽ എഴുതുക. അനിമൽ ഹോംസ് ഹെഡിങ് കൊടുക്കുക. അനിമൽ എഴുതുക, ഹോം എഴുതുക. ഓക്കെ, അപ്പോ എന്താണ് മോനെ ക്രിസ്റ്റോ? ഞാൻ ബേക്കറി കോട്ടയിൽ പോയപ്പോ കണ്ടു. ഹോഴ്സിനെ കണ്ടു അല്ലേ? നമ്മുടെ ക്രിസ്റ്റോ ബേക്കൽ കോട്ടയല്ലേ മോനെ? ഓക്കെ, നമ്മുടെ ക്രിസ്റ്റോ ബേക്കൽ ഫോർട്ടിൽ പോയപ്പോ എന്തുണ്ടായിരുന്നു അവിടെ? ഹോഴ്സ് ഉണ്ടായിരുന്നു. എത്ര പേര് കണ്ടിട്ടുണ്ട് ഹോഴ്സിനെ? കുതിരയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്റ്റോ കണ്ടിട്ടുണ്ട്. എവിടെ പോയപ്പോ? ബേക്കൽ ഫോർട്ടിൽ പോയപ്പോ നമ്മുടെ ക്രിസ്റ്റോ ഹോഴ്സിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, കാശിനാഥ് കണ്ടിട്ടുണ്ട്, ഭവിക കണ്ടിട്ടുണ്ട് അല്ലേ? കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ഹോഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? ശ്രീഷ്ണ, മോള് ഹോഴ്സിനെ കണ്ടിട്ടുണ്ടോ മോളെ? വയനാട്ടിലൊക്കെ ടൂറിന് പോയപ്പോ കണ്ടില്ല? വയനാട്ടിലൊക്കെ